കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. സമ്പത്ത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. സമ്പത്ത്, ധനം, പണം. എന്നാൽ അത് ധാരാളം നമുക്ക് ആർക്കും ലഭിക്കാറുമില്ല. പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, സമ്പത്ത് വരാനായിട്ട് എന്തെങ്കിലും മൂലമന്ത്രമോ നിത്യേന നമുക്ക് ജപിക്കാനുള്ള ഏതെങ്കിലും ജപങ്ങളോ ജപവിധികളോ ഒക്കെ പറഞ്ഞു തരുമോ എന്ന്. ചിലവർ വന്ന് നമ്മളോട് അത് ദീക്ഷയായിട്ടെടുത്ത് പോകാറുമുണ്ട്. നിരന്തരമായ ഭക്തിയും വിശ്വാസവും പ്രയത്നവും കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പല നിരാശകളും ദോഷങ്ങളും നമുക്ക് വന്നു ചേരുന്ന അലച്ചിലുകളൊക്കെ നമുക്ക് ലക്ഷ്മി മന്ത്രം ജപിച്ച് മാറ്റാൻ സാധിക്കും. നിരന്തരമായ ലക്ഷ്മി മന്ത്രം ജപിക്കുന്നതും ഉപാസിക്കുന്നതും നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ധനസമ്പത്ത് വർദ്ധിക്കാനും കയ്യിലുള്ള ധനം നിലനിൽക്കാനും ഒക്കെ ഉപയോഗപ്രദമാകും. നിരന്തരമായിട്ടുള്ള ഒരു തുടർച്ചയെന്നോണം അത് ചെയ്യണം. കുറച്ച് ദിവസം ചെയ്തിട്ട് അത് നിർത്തി അടുത്തതിലേക്ക് കടന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിൽ ആത്മാർപ്പണത്തോടുള്ള ഭക്തിയും വിശ്വാസവുമാണ് പ്രധാനമുള്ളത്. ധനം വരാനും നിലനിൽക്കാനും ഒക്കെ സഹായിക്കുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു മന്ത്രമാണ് ലക്ഷ്മി മന്ത്രം എന്ന് പറയുന്നത്. ഈ ലക്ഷ്മി മന്ത്രം തന്നെ നമ്മൾ വെള്ളിത്തകിടിലോ മറ്റോ സ്വർണ്ണത്തകിടിലോ ഒക്കെ എഴുതിയിട്ട് ധനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ട് അത് ചെറിയ എലസായിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വയ്ക്കുകയോ ശരീരത്തിൽ ധരിക്കുകയോ അതോടൊപ്പം തന്നെ ലക്ഷ്മി മന്ത്രമൊക്കെ എല്ലാ ദിവസവും ജപിക്കുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമ്പത്തില് ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ പതുക്കെ വന്നു തുടങ്ങും. നമ്മുടെ വിശ്വാസവും ഭക്തിയും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്കതിന് മാറ്റങ്ങളും അനുഭവപ്പെടും എന്നുള്ളതാണ്. ഈ ലക്ഷ്മി മന്ത്രം എന്ന് പറയുന്നത് ലക്ഷ്മി കടാക്ഷം നേടാനായിട്ട് ജപിക്കുന്ന ഒരു മന്ത്രമാണ്. എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് 108 ഒരു നെയ്വിളക്ക് കൊളുത്തി നെയ്വിളക്കിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നിത്യേന ജപിക്കുന്നത് നമുക്ക് വളരെയേറെ ഉപകാരപ്രദമാവും എന്നുള്ളതിൽ സംശയമില്ല. ഐശ്വര്യപ്രദമായൊരു മന്ത്രമാണ് ഈ ലക്ഷ്മി മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രം ഇതാണ്: ഓം ശ്രീം നമ. ഓം ശ്രീം നമ എന്ന മന്ത്രമാണ് ലക്ഷ്മി മന്ത്രം. ഈ മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം തന്നെ 108 ഉരു ജപിക്കുന്നതിനോടൊപ്പം തന്നെ സാധിക്കുമെങ്കിൽ 108 ഉരു നിങ്ങൾ എഴുതുന്നത്, പേന കൊണ്ട് എഴുതുന്നത് പോലും വളരെ എല്ലാ ദിവസവും നിങ്ങളുടെ രാവിലെ എഴുന്നേറ്റാൽ പണമിടപാടുകൾക്ക് മുൻപ് ഇത് 108 ഉരു എഴുതുന്നത് പോലും നമുക്ക് കൂടുതൽ ഫലസിദ്ധി ഉണ്ടാക്കും. കൂടാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചയും അതുപോലെ പൗർണമി ദിവസത്തിലൊക്കെ നമ്മൾ താമരമാല കോർത്ത് ദേവിക്ക് ചാർത്തുന്നതും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും പൗർണമി ദിവസമൊക്കെ നമ്മൾ താമര കൊണ്ട് ഹോമിച്ച് ഈ മന്ത്രം ജപിക്കുന്നതും ഒക്കെ നമ്മുടെ ധനസിദ്ധിക്ക് ഒരുപാട് ഉപകാരപ്രദമാവും. നമ്മുടെ ധനത്തിനൊക്കെ ഒരുപാട് മാറ്റം വരാനും ധനസിദ്ധിയിൽ പണം കയ്യിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടെങ്കിൽ, പണം അനാവശ്യമായിട്ട് ചിലവായി പോകുന്നു എന്ന തോന്നലുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മന്ത്രം, ഈ ഓം ശ്രീം നമ എന്ന മന്ത്രം ഇപ്പൊ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇത് ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആരെങ്കിലും ഗുരുക്കന്മാര്, നിങ്ങൾക്ക് വിശ്വസ്തരായ ഗുരുക്കന്മാര്, മീൻസ് സ്വാത്വികരായ ഏതെങ്കിലും ഗുരുക്കരുണ്ടെങ്കിൽ ഗുരുക്കന്മാരോട് പറഞ്ഞ് ഇത് ദീക്ഷയായിട്ട് വാങ്ങുന്നത്, മന്ത്രം ദീക്ഷയായിട്ട് എടുക്കുന്നത് നന്നായിരിക്കും. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഓം ശ്രീം നമ എന്ന മന്ത്രം 108 ഉരു ജപിക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. രാവിലെ എഴുന്നേറ്റ് ഒരു ചെറിയ ചരാതിലോ മറ്റോ ചെറിയ നെയ്വിളക്ക് കൊളുത്തി നെയ്വിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നത് ഏറെ ഫലസിദ്ധി ഉണ്ടാക്കും. താമരമാല ഹോമിക്കാം, താമരമാല ദേവിക്ക് ഭഗവതിക്ക് ചാർത്താം. എല്ലാ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ പൗർണമി ദിവസവും താമരമാല ചാർത്തി ഈ മന്ത്രം ദേവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് 108 ഉരു ജപിക്കുന്നതൊക്കെ നമ്മുടെ സമ്പത്ത് വരാനും സമ്പത്തിന് മാറ്റം വരാനും സമ്പത്ത് നിലനിൽക്കാനും ഒക്കെ. ചിലപ്പോൾ ചിലവർ പറയാറുണ്ട്, എത്ര പണം വന്നാലും കയ്യിൽ നിലനിൽക്കുന്നില്ല, പണം വെറുതെ കൊഴിഞ്ഞു പോവാണ്, എവിടെ പോകുന്നു എന്നറിയില്ല, ആശുപത്രി ചിലവുകൾ മറ്റ് അനാപത്ത് ചിലവുകളൊക്കെ കാരണം പണം നഷ്ടം വന്നു പോകുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും മഹാലക്ഷ്മിയുടെ കടാക്ഷം നമുക്കുണ്ടാകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഐശ്വര്യപ്രദമായിട്ട് സമ്പത്ത് നിലനിൽക്കാൻ സഹായകമാകും.